ആത്മാവിൻ ശക്തി നൽകണമേ. വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുലിഖിതം. എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉന്നതമായ അഭിഷേകം പ്രാപിപ്പാൻ അതിയായി ആഗ്രഹിക്കുന്ന ദൈവം വലിയ അഭിഷേകത്തിന് വേണ്ടി ദൈവമക്കൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാർഗമാണ് ദൈവസ്തുതിപ്പ്. നമ്മൾ നന്നായി മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും കൈയടിക്കുകയും പാട്ടുപാടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഭൂതലത്തിൻ്റെ മുകളിൽ മൂടൽമഞ്ഞ് വന്ന് പൊതിയുന്നത് പോലെ ദൈവാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം ആ കൂട്ടായ്മയിൽ, ആ കുടുംബത്തിൽ, ആ വ്യക്തിയുടെ മേൽ വന്ന് വലയം ചെയ്യും, വന്ന് നിറയും. ഈ സമയം നമ്മൾ അല്പനേരം പാട്ടുപാടി കൈയടിച്ച് പാടി ആരാധിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പല തിക്കിലും തിരക്കിലും പെട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ഉറക്കക്ഷീണവും മടുപ്പും മന്ദതയുമായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന സാഹചര്യമായിരിക്കാം. മകനെ, മകളെ, ഇത് ആത്മാഭിഷേകം പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ മണിക്കൂറല്ലേ. നമുക്കൊരുമിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. എല്ലാവരും കരങ്ങളടിച്ച് എല്ലാ ദുഃഖങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ മനപ്രയാസങ്ങളും, സങ്കടങ്ങളും ദൈവസ്ഥനിൽ സമർപ്പിച്ച് നന്നായി കരങ്ങളടിച്ച് വലിയ ഉണർവോടെ എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ ലോകത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന ആ പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർന്ന് വലിയ ആഹ്ലാദത്തോടെ നന്നായി കരങ്ങളടിച്ച്
എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതി അന്നു കർത്തനുമായി അത്തുഘോഷിക്ക സന്തോഷത്താ. ആ സമൂഹമതി അന്നു കർത്തനുമായി അത്തുഘോഷിക്ക സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. 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 ശക്തി നിറയട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശക്തിയുടെ അഭിഷേകം, ആനന്ദത്തിന്റെ അഭിഷേകം, ഉണർവിന്റെ അഭിഷേകം, സ്തുതിപ്പിന്റെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിറയട്ടെ, ദൈവാത്മാവ് നിറയട്ടെ, സ്തുതിപ്പിന്റെ ആത്മാവ് നിറയട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, ആത്മീയ ഉണർവ് ലഭിക്കട്ടെ, ദൈവകൃപ ജ്വലിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, പാപചങ്ങല പൊട്ടട്ടെ, അന്ധകാര പീഡകൾ മാറട്ടെ, ദൈവകൃപ ഉയരട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ, ദൈവാരാധന ഉയരട്ടെ, എല്ലാ അതിരങ്ങളും ദൈവസ്തുതി നിറയട്ടെ, നാവിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മകനെ മകളെ, ഇത് ദൈവാരാധന സമയം, ഇത് ദൈവത്തെ സ്തുതിക്കുന്ന സമയം. കുഞ്ഞെ, നീ കർത്താവിനെ ആരാധിക്കുക. മകളെ മകനെ, നീ ഇന്ന് കുടുംബത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഹൃദയങ്ങളെ തുറന്നമേ കർത്താവേ. പ്രാർത്ഥന നഷ്ടപ്പെട്ടവര്, വിശ്വാസം മങ്ങിപ്പോയവര്, തീക്ഷ്ണത കുറഞ്ഞവര്, എല്ലാ മക്കളെ സ്പർശിക്കണമേ. എന്റെ കർത്താവായി യേശു പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് വീണ്ടെടുത്തതാണല്ലോ എൻ്റെ ആത്മാവ്. അവിടുന്ന് വീണ്ടും വരുന്ന നാളിൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എന്നെ വീണ്ടും സ്വർഗത്തോട് ചേർക്കാൻ വാനമേഘങ്ങളിൽ ദൂതന്മാർ അകമ്പടിയോടെ ഒരു നാൾ അവന് വീണ്ടും വരും. അപ്പോൾ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ അവിടത്തേക്ക് യോഗ്യനായ വിധം വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും കാണപ്പെടാൻ, ഓ ദൈവമേ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വിശുദ്ധി കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ പൊതിയണമേ. എൻ്റെ കർത്താവ് വാനമേഘത്തിൽ വീണ്ടും വരുമ്പോൾ എൻ്റെ കർത്താവിനെ എതിരേൽക്കാൻ തക്കവണ്ണം ഒരു ഉണർവ് കൊണ്ട് എന്നെ വലയം ചെയ്യണമേ. എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ എൻ്റെ കർത്താവ്. എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ എൻ്റെ യേശു വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. അവൻ വീണ്ടും വരും. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. കോടാകോടിതൻ ദൂതരുമാ. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപയും സമാധാനവും നിറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, നുണയുടെ കയറ് കെട്ടി പാപത്തെ കെട്ടിവലിക്കുന്നവന് ദുരിതം. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചഴയ്ക്കുന്നവന് ദുരിതം. ഒരുപാട് ദേശങ്ങളിൽ ചെല്ലുമ്പോൾ, ഒരുപാട് കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നൊരു പ്രത്യേക തിന്മയാണ് മദ്യപാനം ഒരു തെറ്റാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന വാദഗതി. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് മദ്യപാനം തെറ്റാണെന്ന്
അംഗീകരിക്കാൻ പ്രയാസമുള്ളത്. ഉടനെ തന്നെ അവർ എടുത്തു പറയുന്ന കാര്യമാണ്, ബൈബിളിൽ മദ്യപാനത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള വചനങ്ങളുണ്ടല്ലോ. കാനായിലെ കല്യാണം, അതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉദരപീഡ പരിഗണിച്ച് അല്പം വീഞ്ഞു കുടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരുപാട് പേര് യേശു ക്രിസ്തുവിനെ ചാരായം ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അട്ടപ്പാടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു വലിയ ഫംഗ്ഷന് വലിയ പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരും നാനാജാതി മതസ്ഥരായ ഉദ്യോഗസ്ഥന്മാര് സഭയെക്കുറിച്ചും തിരുസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവസാനം ഒരു ക്രിസ്ത്യാനിയായ ഒരു തലമൂത്ത ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞെങ്ങനെയാണ്, എനിക്ക് നിങ്ങൾ ചിലർ മദ്യപാനത്തെക്കുറിച്ച് മദ്യപാനം പാടില്ല എന്നൊക്കെ പറയണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തുവാണ് ആദ്യമായിട്ട് മദ്യം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ഈ ക്രിസ്ത്യാനിയായ ഈ ഉദ്യോഗസ്ഥൻ ചറുപറ യേശു ക്രിസ്തു കാനായിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച് വളരെ അബദ്ധജടിലവും അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് തള്ളിയിടുന്നതുമായ ഇടർച്ച വെക്കുന്ന ദുരുപദേശം കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം, ബൈബിൾ അനുസരിച്ച് മദ്യപിക്കുന്നത് വലിയ കുഴപ്പമില്ല എന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ചെറുപ്പം മുതൽ പഠിച്ച വേദപാഠത്തിൽ നിന്നും ചില ക്രിസ്ത്യാനികളിൽ നിന്നും കിട്ടിയ അദ്ദേഹത്തിന്റെ ബോധ്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അച്ഛൻ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്ര ചെയ്തപ്പോ അനേകം ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ പിശാച് ഈ ചിന്ത വെച്ചിരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിത്യജീവന് വേണ്ടി നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ നിത്യജീവന്റെ വചനങ്ങൾ അനേകം ക്രിസ്ത്യാനികൾ തങ്ങളുടെ ശീഘ്ര നാശത്തിന് വേണ്ടി വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നാം വ്യക്തമായെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ യെശയ്യാ പ്രവചനത്തിലെ 5-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പെന്നും കയ്പിനെ മധുരമെന്നും ഗണിക്കുന്നവന് ദുരിതം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പറയാണ്, അവന് ദുരിതം 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 ദുരിതം. ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വചനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്ന സംഗതിയാണ്, മദ്യപാനം ജഡത്തിന്റെ ദുരാസക്തിയാണെന്നും മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്നും പരിശുദ്ധാത്മാവ് സംശയത്തിന് ഇടയില്ലാത്ത വിധം പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ബൈബിളിലുള്ള ഏതെങ്കിലും ചില പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ദൈവം ചെയ്ത ചില കാര്യങ്ങളും ദൈവികമായ ചില വെളിപ്പെടുത്തലുകളും തങ്ങളുടെ ജഡത്തിന്റെ ദുരാസക്തിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളച്ചൊടിച്ച് പാപത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് പറയുകയാണ്, അവൻ പാപത്തെ പുണ്യമെന്നും പുണ്യത്തെ പാപമെന്നും കണക്കാക്കുകയാണ്. ഇതിനെക്കുറിച്ച് പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമുക്കൊരു വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 14 മുതൽ 17 വരെ തിരുലിഖിതങ്ങൾ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ വിശ്വാസത്തിന്റെ അധിപനായ യേശു ക്രിസ്തു നമ്മളെ പരമേൽപ്പിച്ചിരുന്ന സത്യ തിരുസഭ, ആ തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ഇതാ ഉത്ബോധിപ്പിക്കുകയാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വീണ്ടും വരും, യേശു ക്രിസ്തു വീണ്ടും വരും, യേശു ക്രിസ്തു വീണ്ടും വരും. അപ്പോൾ അവന്റെ മുമ്പിൽ കറയും കളങ്കവും ഇല്ലാതെ പരിശുദ്ധരായി കാണപ്പെടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും അധികമായി ഉത്സാഹിക്കണം, അധികമായി കഠിനാധ്വാനം ചെയ്യണം. ഈ മദ്യപാനിയും വെറിക്കൂത്തുകാരനും യേശു ക്രിസ്തുവിന് മുമ്പിൽ കറയും കളങ്കവും ഇല്ലാതെ കാണപ്പെടാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണോ അവൻ ഏർപ്പെട്ടിരിക്കുന്നത്?
നിങ്ങളുടെ വീട്ടിൽ ബാർ പോലെ അടിക്കടിക്ക് മദ്യക്കുപ്പി വെച്ചിട്ട് ദിവസവും കുടിച്ച് കൂത്താടുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടിയുള്ള അധ്വാനമാണോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സംഘത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? വീണ്ടും വിശുദ്ധ ശ്ലീഹ പഠിപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണ് നിങ്ങൾ കരുതണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഈ കാര്യം നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് അവൻ എല്ലാ ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവൻ എഴുതിയിട്ടുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ ശീഘ്രനാശത്തിനായി വളച്ചൊടിക്കുന്നു. എന്താ ഇവിടെ പത്രോസ്ലീഹായോട് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്? തങ്ങളുടെ ജഡാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി ബൈബിളിലെ വചനങ്ങൾ വളച്ചൊടിച്ച് പറയുന്നവരും വളച്ചൊടിച്ച് ചിന്തിക്കുന്നവരും അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. കാനായിലെ കല്യാണത്തെ കുറിച്ചാണെങ്കിലും തിമോത്തിയോസിന് നൽകിയ ഉപദേശത്തെ കുറിച്ചാണെങ്കിലും മദ്യത്തെക്കുറിച്ച് ബൈബിളിൽ ചില ഭാഗങ്ങൾ നൽകപ്പെട്ട മറ്റു ഉപദേശങ്ങളാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ജഡത്തിന്റെ ദുരാസക്തി തൃപ്തിപ്പെടുത്താൻ മദ്യപിച്ചാലും കുഴപ്പമില്ല എന്ന് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, ജഡാസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും നിങ്ങളുടെയും ഇഷ്ടപൂരണത്തിന് വേണ്ടി വളച്ചൊടിക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുകയാണ്. 2 പത്രോസ് 3:17 ഇക്കാര്യം നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ. ഈ കാര്യം നിങ്ങൾ മുൻകൂട്ടി അറിയണം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അനേകം പൂർവികര് തങ്ങളുടെ ജഡത്തിന്റെ ദുരാസ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കറുപ്പ് തിന്നും കഞ്ചാവ് വലിച്ചും മദ്യം കുടിച്ചും അനേകം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും തങ്ങളുടെ ശരീരങ്ങളെ അശുദ്ധമാക്കി, ജഡത്തിന്റെ വികാരങ്ങൾ അനുസരിച്ച് ജീവിച്ചു, ദുർമോഹങ്ങൾ വ്യാപരിച്ചു. എന്നിട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം തന്നെ ഇതിനു വേണ്ടി വളച്ചൊടിക്കുകയും ചെയ്തു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞ എങ്ങനെയാണ്, അച്ഛൻ ഈ അട്ടപ്പാടി ജീവിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാകാത്തത്. അച്ഛൻ യൂറോപ്പിലേക്ക് വാ, അച്ഛൻ അമേരിക്കയിലേക്ക് വാ, അച്ഛൻ ഇവിടെ ഇറ്റലിയിലേക്ക് വാ. ഇവിടെയൊക്കെ എല്ലാവരും മൊത്തം മദ്യപാനികളാണ്. എല്ലാ വീട്ടിലും മദ്യപാനം, എല്ലാ പള്ളിയിലും മദ്യപാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ യൂറോപ്പിൽ മദ്യപിച്ചു, അമേരിക്കയിൽ മദ്യപിച്ചു എന്ന് വിചാരിച്ച് അത് ഒരു പാപം പുണ്യമായി കരുതാനുള്ള ന്യായം ബൈബിൾ തരുന്നുണ്ടോ? പുറപ്പാടിന്റെ പുസ്തകം 23:2 എന്താ പഠിപ്പിക്കുന്നത്? ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്. ഈ ലോകത്തിൽ 100-ൽ 99 പേരും ഒരു പാപം ചെയ്താൽ പാപം ഈ 99 പേരുടെ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ പാപം പുണ്യമായി മാറുമോ? മനുഷ്യരുടെ പാരമ്പര്യത്തെ പിടിച്ച് പാപം ചെയ്യുന്ന പുണ്യ പണ്ഡിതന്മാരോട് യേശുക്രിസ്തു ഇടപെടുന്നതാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്ടിക്കാരെ, യേശയ്യ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം വചനങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചില രാജ്യത്ത് ചില കൾച്ചറുണ്ട്, ആ കൾച്ചർ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മദ്യപിക്കുമ്പോൾ മാനുഷിക പാരമ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുതപ്പെട്ട വചനത്തെ നിരർത്ഥകമാക്കുന്നു. നിങ്ങൾ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം അതിൽ 24-ാം തിരുലിഖിതം, തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിച്ചു പോകും, അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ വചനത്തെ നിരസിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഓരോ തവണ മദ്യപിക്കുമ്പോഴും പ്രിയ പൈതലേ, നിന്റെ പാരമ്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നീ കണ്ട ചില കൾച്ചറിന്റെ ആ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ നീ ചെയ്യുമ്പോൾ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വചനത്തെ നിന്ദിക്കുകയും നിന്റെ ദൈവമായ കർത്താവിന്റെ നിയമത്തെ നീ നിഷേധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം.
ഇതാ പിതാവായ ദൈവം എന്നെ നിങ്ങൾ തൊട്ടു വിളിക്കുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ യേശുവിലേക്ക് വരിക. അവന്റെ രണ്ടാം വരവിന് വേണ്ടി നീ ഒരുങ്ങുക. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായ ഓർത്തു വന്നിടുക. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം, ദൈവമേ, വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പിതാവേ, പാപി നിന്നെ വിളിക്കുന്നു താതൻ, പിതാവേ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. അന്ധകാരങ്ങൾ തകരട്ടെ. യേശുവിങ്കൽ വാ, അപ്പാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, പിതാവേ, ഇനി എങ്ങനെ ഈ ലോകം വിട്ടു പോകും. പിതാവേ, യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. പിതാവേ, ഈ നിമിഷം അനുഗ്രഹിക്കണം. കുടുംബങ്ങളെ വിടുവിക്കണമേ അപ്പ, ഓരോ കുടുംബങ്ങളെ വിടുവിക്കണമേ അപ്പ, ഓരോ ആത്മാക്കളെ തൊടണമേ അപ്പ. മദ്യപാനം തകരുന്നവര്, മദ്യപിച്ചിട്ട് ഇത് തെറ്റല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവര്, സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അടിമയാക്കി ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകനെയും, ഓരോ മകളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ വംശങ്ങളെയും അപ്പ ഇപ്പോൾ സ്പർശിക്കണമേ, തൊടണമേ, വിടുവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നുണയുടെ കയറ് കെട്ടി പാപത്തെ കെട്ടിവലിക്കുന്നവന് ദുരിതം. ഹല്ലേലൂയ, മറനാഥാ. Lord Jesus. കാലങ്ങളായി നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അടിമപ്പെടുത്തിയിരിക്കുന്ന ഈ ലോകത്തിന്റെ വാദഗതികളെ തകർക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ലോകത്തിൻ
ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ തകരട്ടെ. പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ തകരട്ടെ. നാഥനാ മിശിഹാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. സത്യാസക്തിയും ദുർവാസനയും യേശുവിൻ നാമത്താൽ തകരട്ടെ. സത്യാസക്തിയും ദുർവാസനയും യേശുവിൻ നാമത്താൽ തകരട്ടെ. നാഥാതിനാഥനാ മിശിഹാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. നാഥാതിനാഥനാ മിശിഹാനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഹല്ലേലൂയ മാറനാഥ. Come, Lord Jesus. എൻ്റെ പേര് ജോണി. ഞാൻ പൂഞ്ഞാറിനടുത്തുള്ള കൈപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്കൊരു 10-20 വർഷത്തിന് മുകളിലായതാണ് അലർജി രോഗം. അത് പുളിയുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കത്തില്ല. ഇവിടെ എന്തിന്റെ അലർജി ആയിരുന്നു? പുളിയുള്ള എന്തെങ്കിലും സാധനം ചെന്നാൽ അലർജി ഉണ്ടാകും, തണുപ്പ് ചെന്നാൽ അലർജി ഉണ്ടാകും, അതായത് ചില സ്മെല്ലുകൾ വന്നു കഴിയുമ്പം അലർജി ഉണ്ടാകും. അന്നേരം തുമ്മൽ, ആദ്യം കണ്ണിന് ചൊറിച്ചിൽ തുടങ്ങും, പിന്നെ തുമ്മൽ, അത് കഴിയുമ്പോൾ ശ്വാസം മുട്ടലാകും. ഇത് 10-20 വർഷത്തിന് മുകളിലായത്. 20 വർഷം പഴക്കമുള്ള അലർജി രോഗമാണ്. അതായത് എന്നും മരുന്നുണ്ട്. ഞാൻ ആ മരുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ പുളിയുള്ള സാധനമൊക്കെ കിട്ടി. ഞാൻ അതിൽ ധൈര്യമായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെറിയ തോതി ആരംഭിച്ചു. അന്ന് കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴും രാവിലെ ഭയങ്കര അലർജിയായി. ഞാൻ ഇറങ്ങി വന്ന വഴിക്ക് ബ്രദർ അവിടെ ഒരു കൊന്തയെ പിടിച്ച് നിൽക്കുന്നതാണ്. ഞാൻ അന്നേരം പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് ഇരിക്കുവാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്, ഭയങ്കരമായിട്ട് അലർജിയാണെന്ന് പറഞ്ഞു. ഏതായാലും ഇവിടെ വന്നിരുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1-2 പ്രാവശ്യം കൂടെ തുമ്പി. അത് കഴിഞ്ഞ് പിന്നെ തുമ്മലൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ് ഇന്ന് ഞാൻ സോപ്പ് മുഖത്ത് നല്ല ധാരാളമായിട്ട് തേച്ചാണ് കുളിച്ചത്. അതായത് അല്ലെങ്കിൽ സോപ്പ് ശകലം മുഖത്ത് പറ്റി അന്നേരം കണ്ണിന് ചൊറിച്ചിൽ തുടങ്ങും. ഇതുവരെ ഒരു കുഴപ്പമായി പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ സിനിമ. ചിലപ്പോൾ ചില രോഗപീഠകള് ഈ കടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില രോഗപീഠ പെട്ടെന്ന് ഇങ്ങോട്ട് കൂടും. അതിന് കാണാതെ വിട്ടുപോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഹല്ലേലൂയ. ഇപ്പം നോക്കിയാൽ സോപ്പ് തേച്ച് കുളിച്ച് പുളിയുള്ളത് കൂട്ടിപ്പോയി യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. അലർജി രോഗം ഇല്ലാതെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ മാറനാഥ. Come, Lord Jesus.